അപ്പോൾ ഇന്നൊരു PSC എക്സാം വ്ളോഗാണ്. രാവിലെ എഴുന്നേറ്റു. രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 8:30 ആയപ്പോൾ എഴുന്നേറ്റു, കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ PSC എക്സാമിൻ്റെ അന്ന് നമുക്ക് ഇച്ചിരി പ്രത്യേകതകൾ കാണുമല്ലോ. അത്രയും ദിവസം എന്തെങ്കിലും പഠിക്കാൻ ഒരു ആവേശം കാണും. പക്ഷേ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള മൂടും പോവും. ആ ഒരവസ്ഥയിലാണ് ഞാൻ. അങ്ങനെ 8 മണിയായപ്പോൾ എഴുന്നേറ്റു. പിന്നെ പെട്ടെന്ന് ഒരുങ്ങി കേട്ടോ. പെട്ടെന്ന് ഒരുങ്ങിയെന്ന് വെച്ചാൽ പുതുപ്പള്ളിയിലായിരുന്നു. പിന്നെ അജിത്തേട്ടന് വർക്കുള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ഒരുങ്ങി. അജിത്തേട്ടൻ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ഏറ്റുമാനൂർ വന്ന് നിൽക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഒരുങ്ങി അപ്പവും മുട്ടക്കറിയൊക്കെ കഴിച്ചു. പിന്നെ ഒരു ബസ്സിന് വേണ്ടി ഏറ്റുമാനൂർ ഇറങ്ങാൻ വേണ്ടി ഒരു ബസ്സിന് വെയിറ്റ് ചെയ്ത് തന്നെയാണ്. പക്ഷേ ബസ് വന്നില്ല. അവസാനം ഒരു കിട്ടിയ ഓട്ടോ പിടിച്ചത് ഏറ്റുമാനൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അജിത്തേട്ടൻ ക്യാമറാമാൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എന്നാ പറയുക, ഭയങ്കര പഞ്ച്വാലിറ്റിയാണ്. കൃത്യസമയത്ത് നിന്നില്ലെങ്കിൽ അവിടെ തന്നെ പിടിക്കും. അങ്ങനെ ഞാൻ ഏറ്റുമാനൂർ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളിയാണ് നിൽപ്പുണ്ടായിരുന്നു. ഉച്ചയായതുകൊണ്ട് പറയില്ല, നെല്ല് വീടായിരുന്നു. പിന്നെ ദേ വന്നു, ഞാൻ കയറി. അങ്ങനെ ഞങ്ങളിവിടെ വന്നിരുന്നു. ഹോൾ ടിക്കറ്റ് എടുക്കാത്തതിന് എന്നെ വഴക്ക് പറഞ്ഞായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു തലേദിവസം ഹോൾ ടിക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു നാളെ ഉച്ച കഴിഞ്ഞില്ലേ പരീക്ഷ, അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്നോട് കുറേ ഉപദേശമൊക്കെ തന്നപ്പോൾ ഞാൻ പറയണേ എന്നെ ഉപദേശിക്കുന്നതിന് ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പറഞ്ഞൊക്കെ ഇരുന്നു. നേരത്തെ ചെന്ന് ഹോളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ അത്. അവസാനം എന്നെ ഹോളിലേക്ക് കയറ്റി വിട്ടിട്ട് അജിത്തേട്ടൻ പോവാണ്. ഞാൻ ടാറ്റയും കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു വിജയിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറച്ചിൽ മാത്രമല്ല, എക്സാമിനും പറയുന്നില്ല. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു ഞാൻ ഇറങ്ങി വരികയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞത്തെ എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയില്ല. നല്ലപോലെ ഉറക്കം വന്നു. ഒരു 50 ക്വസ്റ്റ്യൻ ഞാൻ എന്തൊക്കെയോ ചെയ്ത് എഴുതി. പിന്നെ അങ്ങോട്ട് മാത്സ് ആയതുകൊണ്ട് ഫുള്ള് പേപ്പർ കുത്തി വെച്ച് എഴുതിയിട്ടുണ്ട്. കണക്കൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ പട്ടികയൊക്കെ ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ട് ഉറക്കം പോകാൻ വേണ്ടി. ഉച്ച കഴിഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് സമയം പോകുമല്ലോ. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നു. ക്രോസ് ചെയ്യാനുള്ള തത്രപ്പാടിലാണ്. എനിക്ക് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ കുറച്ച് ആൾക്കാരെ കൂട്ടി, റോക്കി ബൈനെ പോലെ കുറച്ച് ആൾക്കാരെ കൂട്ടി അവരുടെ കൂടെ നടന്ന് വരുന്നില്ലേ ഞാൻ അങ്ങനെ എത്തി. പിന്നെന്താ, പിന്നെ ഒരു കഴിക്കാനൊക്കെ വാങ്ങിയതേ ഞാൻ വീട്ടിലോട്ട് പോയി. അയത്തേട്ടന് വേറെ വർക്കുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ അവിടെ ഇറക്കിയിട്ടിട്ട് അയത്തേട്ടൻ